ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കുള്ള ഡഗ്രി എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ. 3-4 വയസ്സുള്ള കുട്ടികളുടെ അളവിലാണ് ഇത് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ അളവിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ലോത്തിനെ ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അളവുകൾ മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് മാർക്കിങ് ചെയ്യുന്നത് യോക്കിൻ്റെ ലെങ്ത് ആണ്. യോക്കിൻ്റെ ലെങ്ത് ഞാൻ 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടുന്ന് താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ലെങ്ത്തിൽ തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇനി ഇതുപോലെ യോക്ക് പോർഷൻ വെച്ച് കൊടുത്തിട്ട് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ടിങ് ചെയ്തെടുക്കാം. നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ടിങ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രാപ്പ് കട്ടിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് യോക്ക് പോർഷന് കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കുക. 3 ഇഞ്ചാണ് ഉള്ളത്. അത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ലെങ്തായിട്ട് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിക്കൊടുക്കാം. ഇനി വിഡ്ത്തായിട്ട് 1.5 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കട്ടിങ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസുകൾ കിട്ടി. ഇനി ഇതിനെ നല്ല വശം ഉള്ളിലേക്കാക്കി മടക്കിയിട്ട് 1/4 ഇഞ്ചിൽ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കാം.
ഒരു ഷോൾഡർ മാത്രം ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ മോഷൻ ഭാഗത്ത് വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ക്രോസ് പീസിൻ്റെ നല്ല വശമാണ് ഇതുപോലെ പോലെ യോക്ക് പോർഷൻ മടക്കി കൊടുത്തിട്ട് സെൻറ്റർ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു